2 ദിനവൃത്താന്തം 28-ാം അധ്യായം. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. എന്നാൽ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്ന് ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതാചാരപ്രകാരം തൻ്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു. അവൻ പൂജാഗിരികളിലും ഓരോ പച്ചവൃക്ഷത്തിൻ കീഴിലും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. ആകയാൽ അവൻ്റെ ദൈവമായ യഹോവ അവനെ അരാം രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവനെ തോൽപ്പിച്ചു. അവരിൽ അസംഖ്യം പേരെ പിടിച്ച് ദമ്മേശേക്കിലേക്ക് കൊണ്ടുപോയി. അവൻ ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിക്കപ്പെട്ടു. അവനും അവനെ അതികഠിനമായി തോൽപ്പിച്ചു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് രെമല്യാവിൻ്റെ മകനായ പെക്കഹ് യഹൂദയിൽ 120,000 പേരെ ഒരേ ദിവസം സംഹരിച്ചു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. എഫ്രൈമ വീരനായ സിക്രി, രാജകുമാരനായ മയശയാവെയും രാജധാനി വിചാരകനായ അസ്രീക്കാമിനെയും രാജാവിന് രണ്ടാമനായിരുന്ന എൽക്കാനയെയും കൊന്നുകളഞ്ഞു. ഇസ്രായേലിയർ തങ്ങളുടെ സഹോദര ജനത്തിൽ സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി 200,000 പേരെ പിടിച്ചുകൊണ്ടുപോയി. വളരെ കൊള്ളയിട്ട് കൊള്ളയും ശമര്യയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഓദേദ് എന്ന പേരോടെ യഹോവയുടെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ശമര്യയിലേക്ക് വന്ന സൈന്യത്തെ എതിരേറ്റ് ചെന്ന് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ യഹൂദയോട് കോപിച്ചിരിക്കൊണ്ട് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങളവരെ ആകാശപര്യന്തം എത്തുന്ന ക്രോധത്തോടെ സംഹരിച്ചിരിക്കുന്നു. ഇപ്പോഴോ നിങ്ങൾ യഹൂദ്യരെയും യെരൂശലേമ്യരെയും ദാസീദാസന്മാരെ കീഴടക്കുവാൻ ഭാവിക്കുന്നു. നിങ്ങളുടെ പക്കലും നിങ്ങളുടെ ദൈവമായ യഹോവയോടുള്ള അകൃത്യങ്ങളില്ലയോ? ആകയാൽ ഞാൻ പറയുന്നത് കേൾപ്പീൻ. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നവരെ ബദ്ധന്മാരെ വിട്ടയപ്പീൻ. അല്ലെങ്കിൽ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേലിരിക്കും. അപ്പോൾ യോഹന്നാൻ്റെ മകൻ അസര്യാവ്, മെശിലോമോത്തിൻ്റെ മകൻ ബെരഖ്യാവ്, ശല്ലൂമിൻ്റെ മകൻ എഹിസ്കിയാവ്, ഹത്ലായിയുടെ മകൻ അമാസ എന്നിങ്ങനെ എഫ്രൈമിലെ തലവന്മാരിൽ ചിലർ യുദ്ധത്തിൽ നിന്ന് വന്നവരോട് എതിർത്ത് നിന്നവരോട്, നിങ്ങൾ ബദ്ധന്മാരെ ഇവിടെ കൊണ്ടുവരരുത്. നാം തന്നെ യഹോവയുടെ അകൃത്യം ചെയ്തിരിക്കെ നമ്മുടെ പാപങ്ങളോടും അകൃത്യത്തോടും ഇനിയും കൂട്ടുവാൻ നിങ്ങൾ ഭാവിക്കുന്നു. നമുക്ക് വലിയൊരു അകൃത്യമുണ്ട്, ഉഗ്രകോപം ഇസ്രായേലിന്മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാരും സർവ്വസഭയും കാണുകെ ആയുധപാണികൾ ബദ്ധന്മാരെയും കൊള്ളയെയും വിട്ടയച്ചു. പേർ ചൊല്ലി വിളിക്കപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് ബദ്ധന്മാരെ കൂട്ടി അവരിൽ നഗ്നന്മാരായവരെയൊക്കെയും കൊള്ളയിലെ വസ്ത്രം ധരിപ്പിച്ചു. അവരെ ഉടുപ്പിച്ചു ചെരുപ്പും ഇടിവിച്ച ശേഷം അവർക്ക് തിന്മാനും കുടിപ്പാനും കൊടുത്തു. എണ്ണയും തേപ്പിച്ച് ക്ഷീണിച്ചു പോയവരെയൊക്കെയും കഴുതപ്പുറത്ത് കയറ്റി ഈന്തപ്പട്ടണമായ എരിഹോവിൽ അവരുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നാക്കി ശമര്യയ്ക്ക് മടങ്ങിപ്പോയി. ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശ്ശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു. ഏദോമ്യർ പിന്നെയും വന്ന് യഹൂദരെ തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഫെലിസ്ത്യരും താഴ്വീതിയിലും യഹൂദയുടെ തെക്കുമുള്ള പട്ടണങ്ങളെ ആക്രമിച്ച് ബെത്ഷേമെഷും അയ്യാലോനും ഗെദേരോത്തും സോഖോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിമ്നയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും കിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ച് അവിടെ പാർത്തു. ഇസ്രായേൽ രാജാവായ ആഹാസ് യഹൂദയിൽ നിർമര്യാദം കാണിച്ച് യഹോവയോട് മഹാദ്രോഹം ചെയ്തതുകൊണ്ട് അവൻ്റെ നിമിത്തം യഹോവയെ യഹൂദ താഴ്ത്തി. അശ്ശൂർ രാജാവായ തിൽഗത് പിൽനേസർ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനെ ബലപ്പെടുത്താതെ ഞെരുക്കിയതേയുള്ളൂ. ആഹാസ് യഹോവയുടെ ആലയത്തിൽ നിന്നും രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരുടെ പക്കൽ നിന്നും കവർന്നെടുത്തത് അശ്ശൂർ രാജാവിന് കൊടുത്തു. എങ്കിലും ഇതിനാൽ അവന് സഹായമുണ്ടായില്ല. ആഹാസ് രാജാവ് തൻ്റെ കഷ്ടകാലത്തു കൂടെയും യഹോവയോട് അധികം ദ്രോഹം ചെയ്തു. എങ്ങനെയെന്നാൽ അരാം രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടതിന് ഞാൻ അവർക്ക് ബലി കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ തോൽപ്പിച്ച ദമ്മേശക്കിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു. എന്നാൽ അവനും എല്ലാ ഇസ്രായേലിനും നാശകാരണമായി ഭവിച്ചു. ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. യെരൂശലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങളുണ്ടാക്കി. അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവൻ യഹൂദയിൽ ഓരോ പട്ടണത്തിലും പൂജാഗിരികളുണ്ടാക്കി. തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. അവൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും സകല പ്രവൃത്തികളും ആദ്യവസാനം യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആഹാസ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ യെരൂശലേം നഗരത്തിൽ അടക്കം ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ല താനും. അവൻ്റെ മകനായ യെഹിസ്കിയാവ് അവനു പകരം രാജാവായി.